Welcome back to the classes of Quantity Survey 2. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മുടെ BBSന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് RCC ബീം. ഒരു RCC ബീമിന്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് RCC സ്ലാബിന്റെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടർ ഒക്കെ എങ്ങനെയാണ്, അതിന്റെ ക്വാണ്ടിറ്റി അളക്കുക, അതിന്റെ വെയിറ്റ് എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഇറ്റ്സ് മീ റഹീസ ആൻഡ് ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഫിഗർ ഒന്ന് കൃത്യമായിട്ട് വരച്ചെടുക്കണം. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എസ്റ്റിമേറ്റിംഗ് RCC ബീം, ബിയൻഡെട്ട എന്ന ഓതറുടെ പുസ്തകമാണ് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ബിയൻഡെട്ട എന്ന ഓതറുടെ ക്വാണ്ടിറ്റി സർവേ എന്നുള്ള പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. സോ അതിലെ എക്സാമ്പിൾസ് ആണ് നമുക്ക് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസിനും പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. സോ പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് RCC ബീം ഓഫ് 8 മീറ്റർ ക്ലിയർ സ്പാൻ. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ സ്പാൻ 8 മീറ്റർ ആണ്. ആൻഡ് 75 സെന്റിമീറ്റർ ഇൻറ്റു 40 സെന്റിമീറ്റർ ഇൻ സെക്ഷൻ. അതിന്റെ ക്രോസ് സെക്ഷൻ 75 സെന്റിമീറ്റർ ഇൻറ്റു 40 സെന്റിമീറ്റർ, അതായത് 40 സെന്റിമീറ്റർ വീതിയും 75 സെന്റിമീറ്റർ താഴ്ചയുമുള്ള ഒരു ബീമാണ് നിങ്ങൾ ഇന്ന് ക്വാണ്ടിറ്റി ചെയ്യാൻ പോകുന്നത്. ഫ്രം ദ ഗിവൺ ഡ്രോയിങ്സിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആൻഡ് സ്റ്റീൽ ഇൻ ഡീറ്റെയിൽ RCC വർക്ക് ഷാൽ ബി കാൽക്കുലേറ്റഡ് സെപ്പറേറ്റ്ലി. RCC വർക്ക് വേറെ ആയിട്ടും സ്റ്റീൽ വേറെ ആയിട്ടും തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓൾസോ പ്രിപ്പയർ ഷെഡ്യൂൾ ഓഫ് ബാർസ്, അതായത് നമ്മൾ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് 8 മീറ്റർ ക്ലിയർ സ്പാൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, പിന്നെ ഷെഡ്യൂൾ ഓഫ് ബാസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ RCC വേറെയും സ്റ്റീൽ വേറെയും ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. ഇനി നമുക്ക് മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മിക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഫിഗർ ഒന്ന് കൃത്യമായിട്ട് വരച്ചെടുക്കണം. അപ്പൊ ഫിഗർ ഞാൻ ഒന്നും കൂടെ സൂം ചെയ്ത് കാണിക്കാം. അപ്പൊ അതിനു മുമ്പ് ആദ്യത്തെ ക്വാണ്ടിറ്റി ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ ക്വാണ്ടിറ്റി ഏതാണെന്ന് പറഞ്ഞത് RCC വർക്കാണ്, അതായത് ഇതിൽ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് വർക്ക് മാത്രമാണ്. RCC വർക്ക് എക്സ്ക്ലൂഡിങ് സ്റ്റീൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതായത് സ്റ്റീൽ ഉപയോഗിക്കാതെ RCC കോൺക്രീറ്റ് മാത്രം എത്ര വരുന്നു എന്ന് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് ബെൻഡിങ് ഇൻക്ലൂഡിങ് സെൻറ്ററിങ്, ഷട്ടറിങ് ആൻഡ് ബൈൻഡിങ് ഓഫ് സ്റ്റീൽ. അതായത് സ്റ്റീലുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു വർക്കും ഇല്ലാതെ കോൺക്രീറ്റ് മാത്രം ഈ ബീമിന് എത്ര വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിൽ ആ ഫിഗർ കൃത്യമായിട്ട് വരച്ചെടുക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബീം. ഈ ബീമിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം? ബീമിന്റെ ക്ലിയർ സ്പാൻ 8 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ക്വസ്റ്റ്യനിൽ അത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുമരുകൾക്കിടയിലുള്ള അകലമാണ്. അത് ഇവിടെ ഇതാ കൊടുത്ത് തന്നിട്ടുണ്ട്, 8 മീറ്റർ ക്ലിയർ സ്പാൻ. അതായത് ചുമരുകൾക്കിടയിലുള്ള അകലം 8 മീറ്റർ ആണ്. ഇതിന് പുറമെ വേറൊരു ഡാറ്റ നമുക്ക് ആവശ്യമാണ്. അത് ഏതാണ്? ഈ സാധനം 30 സെന്റിമീറ്റർ. ഈ ഇരുവശങ്ങളിലും ഒരു 30 സെന്റിമീറ്റർ കണ്ടോ? ഈ 30 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബീം ചുമരിലോട്ട് എത്ര കയറി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ 30 സെന്റിമീറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ബെയറിംഗ് എന്നുള്ള ടേം ആണ് അതിന് യൂസ് ചെയ്യുക. എന്താണ്? ബെയറിംഗ് ആണ് 30 സെന്റിമീറ്റർ. അപ്പോ ടോട്ടൽ ലെങ്ത് ഓഫ് ബീം എത്രയാ? ടോട്ടൽ ലെങ്ത് ഓഫ് ബീം നടുവിൽ ഒരു 8 മീറ്റർ ഉണ്ട് അല്ലേ? അതിന്റെ ഇപ്പുറത്ത് ഒരു 0.3 മീറ്ററും ഇപ്പുറത്തൊരു 0.3 മീറ്ററും, അതായത് രണ്ട് വശങ്ങളിലോട്ട് കയറി നിൽക്കുന്ന 2.3 മീറ്ററും നടുവിൽ 8 മീറ്ററും, ടോട്ടൽ 8.6 മീറ്റർ ആണ് എന്ത്? ലെങ്ത് ഓഫ് ബീം. അപ്പൊ അത് മനസ്സിലായല്ലോ എങ്ങനെയാണ് ലെങ്ത് ഓഫ് ബീം കണ്ടെത്തിയത് എന്ന്. ഫിഗറിൽ ക്ലിയർ സ്പാൻ തന്നിട്ടുണ്ട്, 30 സെന്റിമീറ്റർ ഇരുവശങ്ങളിലെ ബെയറിംഗ് തന്നിട്ടുണ്ട്. എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ലെങ്ത് ഓഫ് ബീം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് അതിന്റെ ക്രോസ് സെക്ഷൻ ഒന്ന് നോക്കാം.
ഞാനിത് വളരെ ബേസിക് ലെവലിലോട്ട് പോകാൻ കാരണം ഇത് വളരെ ചില കുട്ടികൾക്ക് ഇത് ഇറിറ്റേറ്റിംഗ് ആയിരിക്കാം ഇത്രയും ഡെപ്തിൽ പറയുന്നത്. ബട്ട് ചില കുട്ടികൾക്ക് അപ്പോഴും സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡെപ്തിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളടക്കം പറയുന്നത്. ഇനി ഇതിൻ്റെ ക്രോസ് സെക്ഷൻ കാണാം. ക്രോസ് സെക്ഷൻ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ആ ഫിഗർ ഞാനൊന്ന് വിശാലമാക്കി വരക്കാം. ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ് ഇതിനുള്ളത്. ആ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനിൽ ഇവിടെ ഡയമെൻഷൻ തന്നിട്ടുണ്ട് 75 സെന്റിമീറ്റർ. 75 സെന്റിമീറ്റർ. അതിന്റെ വീതിയോ മുകളിൽ തന്നിട്ടുണ്ട് 40 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ 40 സെന്റിമീറ്റർ 75 സെന്റിമീറ്റർ ഇതാണ് അതിന്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ ഒരു 65 കൂടെ തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ? ഒരു 65 സെന്റിമീറ്റർ. അത് എന്താണ്? അത് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റിന്റെ കവർ കുറച്ചിട്ടുള്ള ബാക്കി ഭാഗമാണ് ഈ 65 സെന്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 65 എന്ന് പറയുമ്പോൾ ടോട്ടൽ 75 ആണ്. അപ്പോൾ മുകളിൽ ഒരു 5 സെന്റിമീറ്റർ കവർ ഉണ്ടാവും, താഴെ ഒരു 5 സെന്റിമീറ്റർ കവർ ഉണ്ടാവും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബീമിന്റെ ലെങ്ത് നമ്മൾക്ക് മനസ്സിലാക്കി. 8.6 മീറ്റർ ആണ് അതിന്റെ ലെങ്ത്. ബ്രെഡ്ത്ത് എത്രയാണ്? 40 സെന്റിമീറ്റർ ആണ് ബ്രെഡ്ത്ത്. ആൻഡ് അതിന്റെ ഹൈറ്റ് 75 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഫിഗറിൽ നിന്ന് എങ്ങനെയാണ് നോക്കുക എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ആ ഫിഗറിൽ ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, ഒരു 32 സെന്റിമീറ്റർ. അത് കണ്ടായിരുന്നോ? 32 സെന്റിമീറ്റർ. അത് ഈ രണ്ട് വശങ്ങളിലെ കവർ കുറച്ചാൽ കിട്ടുന്നതാണ്. 40 സെന്റിമീറ്ററിൽ ഇവിടുത്തെ 4 സെന്റിമീറ്റർ കവറും ഇവിടുത്തെ 4 സെന്റിമീറ്ററും കവർ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് 32 സെന്റിമീറ്റർ. അപ്പോൾ 65 ആണ് ഈ സ്റ്റീലിന്റെ അകത്തെ ഇന്റേണൽ ഡയമെൻഷനും 32 സെന്റിമീറ്ററും. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഡയമെൻഷൻസ് കാണാം നമുക്ക്. ഫസ്റ്റ് RCC ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ 0.75, 0.4, 8.6. നീളം, വീതി, ഉയരം ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ വോളിയം ഓഫ് RCC. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാണ് നീളം, വീതി, ഉയരം കിട്ടിയതെന്ന്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടേബിൾ. RCC വർക്ക് 1:2:4, 1:2:4 എന്നുള്ള അനുപാതത്തിലാണ് എന്ത് ചെയ്യുന്നത്? കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത്. അതിൽ 1 എന്ന് പറഞ്ഞാൽ സിമെന്റും 2 എന്ന് പറഞ്ഞാൽ സാൻഡും 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് അഗ്രിഗേറ്റുമാണ്. എക്സ്ക്ലൂഡിങ് സ്റ്റീൽ, സ്റ്റീൽ ഇല്ലാത്ത ബാക്കി ക്വാണ്ടിറ്റി മാത്രമാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ 1 ഒറ്റ ബീമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. ആൻഡ് അതിന്റെ ലെങ്ത് 8.6 നമുക്ക് കിട്ടി. അതിന്റെ ബ്രെഡ്ത്ത് 40 സെന്റിമീറ്റർ 0.4 നമുക്ക് കിട്ടി. അതിന്റെ ഹൈറ്റ് 0.75 കിട്ടി. അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഗെറ്റ്? വി വിൽ ഗെറ്റ് 2.58 മീറ്റർ ക്യൂബ് ഓഫ് കോൺക്രീറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബീം. ഈ ബീം കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് 2.58 m³ കോൺക്രീറ്റ് ആവശ്യം വരുന്നു. ആൻഡ് റിമാർക്സിൽ ഒരു കാര്യം പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്, നോ ഡിഡക്ഷൻസ് ഫോർ സ്റ്റീൽ ഓർ വോളിയം ഓഫ് സ്റ്റീൽ. അപ്പോൾ ഈ ഇതിനകത്ത് സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ കുറച്ച് കോൺക്രീറ്റിന്റെ കുറവ് വരും അല്ലേ? ആ സ്റ്റീൽ ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയത്തിൽ കോൺക്രീറ്റ് വരില്ല. പക്ഷെ നമ്മളത് ഡിഡക്റ്റ് ചെയ്യുന്നില്ല. വളരെ നെഗ്ലിജിബിൾ എമൗണ്ടേ ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മളത് ഡിഡക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇനി ഇതിൽ ഉപയോഗിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ റീഇൻഫോഴ്സ്മെന്റ്സ് പലതരത്തിലുള്ളതുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ സ്ലാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ബാറുകളുണ്ട്. മെയിൻ ബാറുകൾ എവിടെയാണ് കൊടുക്കുക? അതിൻ്റെ ബോട്ടത്തിലാണ്. സാധാരണ അത് ബോട്ടം ബാർ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ പേര് എഴുതുക. എന്താണ്? ബോട്ടം ബാർ. മെയിനിൽ ബോട്ടം ബാർ ഉണ്ട്. അതേപോലെ മെയിനിൽ വേറെ തരം ബാർ ഏതാണ്? ഇത് നമ്മൾ ബെൻഡ് അപ്പ് ബാർ എന്ന് പറയും. ആൻഡ് ഇതിന് പുറമെ ഇതിൻ്റെ മുകളിലായിട്ട് ടോപ്പ് ബാർ ഉണ്ടാവും. ടോപ്പ് ബാർ എവിടെയാണ് ഇപ്പോൾ വരിക? ഇപ്പോൾ നമ്മളൊരു ബീമിൻ്റെ ക്രോസ് സെക്ഷൻ വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ബാർ ഇതാ ഇങ്ങനെ വരും.
ബോട്ടം ബാർ ഇതാ ഇങ്ങനെ വരും. ബെൻഡപ്പ് ബാറോ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ ബാറുകൾ ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിന് പുറമെ ഇതിൽ കൊടുത്തിട്ടുള്ള വേറൊരു സാധനമാണ് സ്റ്റിറപ്പ്. നമ്മളെല്ലാവരും കണ്ട് ശീലമുള്ളൊരു സാധനമാണ് സ്റ്റിറപ്പ്. സ്റ്റിറപ്പ് ചിലർ റിങ് എന്നൊക്കെ വിളിക്കും. സ്റ്റിറപ്സ് നിങ്ങൾ SD കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ 4 സ്റ്റീൽ ബാറുകൾ ഉണ്ടെങ്കിൽ ആ സ്റ്റീൽ ബാറുകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ഷിയർ ഫോഴ്സ് താങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മെമ്പറാണ് ഏത്? സ്റ്റിറപ്പ്. ഈ സ്റ്റിറപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റീൽ ബാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ്ഡ് ആവില്ല. ഈ സ്റ്റിറപ്പിലോട്ട് ചേർത്ത് എല്ലാ സ്റ്റീൽ ബാറുകളെയും കൃത്യമായി ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോഴാണ് ബീമിന് ശരിക്കും ആ ബീമിന്റെ ആ ഒരു ഷേപ്പ് കിട്ടുന്നത്. കൃത്യമായ കവർ കുറച്ചിട്ടായിരിക്കും നമ്മൾ ഈ സ്റ്റിറപ്പ് അതിനകത്ത് ലോക്ക് ചെയ്ത് വെക്കുന്നത്. ആൻഡ് ഇനി സ്റ്റീൽ ബാറുകളൊക്കെ ഇതിലൂടെയാണ്, ഈ സ്റ്റിറപ്പിലൂടെയാണ് പോകുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് എന്ത്? സ്റ്റിറപ്പ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫിഗറിലുള്ള ഓരോ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 4 നമ്പേഴ്സ് ഓഫ് 22 mm ഡയമീറ്റർ ബാർ ആണ്. ക്രോസ് സെക്ഷണൽ വ്യൂവിലും അത് കാണിച്ചിട്ടുണ്ട്. 22 mm ഡയമീറ്റർ ബാർ 4 എണ്ണം ഉണ്ട്. എവിടെയാണ് 4 എണ്ണം വരുന്നത്? ഞാൻ ഫിഗറിൽ ഒന്ന് കാണിച്ചു തരാം. രണ്ട് ഇങ്ങനെയാണ് ആ 4 എണ്ണം വരുന്നത്. ഫിഗറിൽ കൃത്യമായിട്ട് വരയ്ക്കുകയെന്നുണ്ടെങ്കിൽ 1 2 3 4 ഇങ്ങനെയാണ് എന്ത് വരുന്നത്? 4 നമ്പേഴ്സ് ഓഫ് ബോട്ടം മെയിൻ ബാർ വരുന്നത്. ബോട്ടം മെയിൻ ബാർ 4 എണ്ണം വരുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ വ്യൂ വരയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. 1 2 3 4 4 ബോട്ടം ബാറുകൾ. ഈ വൃത്തി നോക്കണ്ട, ഇതിൻ്റെ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് വരച്ചതാണ്. അപ്പോൾ 4 മെയിൻ ബാറുകൾ ഉണ്ട്. ഓക്കെ, അതാണ് ഇതിൽ ആദ്യത്തെ കൊടുത്തിട്ടുള്ള ഈ മഞ്ഞ കളറിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം. 4 നമ്പേഴ്സ് ഓഫ് മെയിൻ ബാർസ്. ഇനി രണ്ടാമതായിട്ട് ഇതിൽ എന്താണ് നോക്കാനുള്ളത്? 4 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബാർ. 20 mm ഡയമീറ്ററിൻ്റെ 4 ബാറുകൾ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, അതേപോലെ 20 mm ഡയമീറ്റർ ബാർ 4 എണ്ണം. എവിടെയാണ് അത് വരുന്നത്? അത് വരുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്ത് തന്നെയാണ്, മെയിൻ ബാറിൻ്റെ കൂടെ തന്നെയാണ്. പക്ഷെ മെയിൻ ബാറിൻ്റെ കൂടെ വരുന്നത് ഇവിടെ സെൻറ്ററിൽ മാത്രമാണ്. ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ? അതായത് മെയിൻ ബാർ ഇവിടെ താഴെ കൂടെ പോകുന്നുണ്ട്. മെയിൻ ബാർ ഇത് ഇവിടെ പോകുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഇത് വരുന്നത്, ഈ ബെൻഡപ്പ് ബാർ വരുന്നത്. കാരണം അവിടെ ഉൾക്കൊള്ളിക്കാനുള്ള സ്ഥലക്കുറവ് കൊണ്ടായിരിക്കാം. അപ്പോൾ ബെൻഡപ്പ് ബാർ 2 സെറ്റായിട്ടാണ് വരുന്നത്. ഇവിടെ നോക്കൂ, 2 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബെൻഡപ്പ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 2 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബെൻഡപ്പ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇവിടെ നിന്ന് പോകുന്ന ഈ 4 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബാർ ഇവിടുന്ന് 2 എണ്ണം ബെൻഡപ്പ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. അടുത്തത് 2 എണ്ണം ഇവിടെ നിന്ന് ഇങ്ങനെ ബെൻഡപ്പ് ആയിട്ട് പോകുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ഈ ബാർ 2 എണ്ണം ഇങ്ങനെ ബെൻഡപ്പ് ആയിട്ട് പോകുന്നു. അടുത്ത 2 എണ്ണം ഇവിടെ നിന്ന് ഇങ്ങനെ ബെൻഡപ്പ് ആയിട്ട് പോകുന്നു. അപ്പോൾ 2 ഘട്ടമായിട്ടാണ് ആ ബെൻഡിങ് അപ്പ് നടക്കുന്നത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കാണിക്കുകയെന്നുണ്ടെങ്കിൽ ഇത് ഒരു ബെൻഡപ്പ് ബാർ ആണ്. ഇനി ഇത് മറ്റൊരു ബെൻഡപ്പ് ബാർ ആണ്. ഇവർ തമ്മിൽ ഒരു ചെറിയ അകല വ്യത്യാസം ഉണ്ടാവും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചുമരിൽ നിന്നുള്ള അകലം ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബീമിന്റെ എൻഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30 + 70 ഏകദേശം 1 മീറ്റർ. ചുമരിന്റെ എൻഡിൽ നിന്നും 1 മീറ്റർ കഴിഞ്ഞ്, ഈ ബീമിന്റെ എൻഡിൽ നിന്ന് 1 മീറ്റർ കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ബെൻഡപ്പ് വരുന്നത്.
ആൻഡ് അവിടുന്ന് വീണ്ടും 90 സെന്റിമീറ്റർ 1.9 മീറ്റർ ചുമരിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെൻഡപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇത് 1 മീറ്റർ ആണ് ചുമരിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള അകലം, ഇത് 0.9 മീറ്റർ ആണ്. അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ രണ്ട് സെറ്റ് ആയിട്ടാണ് വരുന്നത്. അത് ഇത് രണ്ടെണ്ണം ഉണ്ട്, ഇതും രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് നമ്പേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ബെൻഡപ്പ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ 4 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബാർ. അതിൽ 2 നമ്പേഴ്സ് ആദ്യം ബെൻഡപ്പ് ആവുന്നു, ഇതാ ഇങ്ങനെ. ആൻഡ് അടുത്ത 2 നമ്പേഴ്സ് ബെൻഡപ്പ് ആവുന്നു, ഇതാ ഇവിടുന്ന് ഇങ്ങനെ. നടുവിൽ നോക്കുമ്പോൾ 4 ബാറുകൾ 20 mm ഉണ്ട് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ടോപ്പ് ബാർ നോക്കാം. ടോപ്പ് ബാർ എവിടെയാണ് വരുന്നത്? ഇതാ ഇവിടെയാണ് ടോപ്പ് ബാർ ഉണ്ടാവുന്നത്. ഇങ്ങനെയാണ് ടോപ്പ് ബാർ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പ് ബാർ എവിടെയാ പോകുന്നത്? ടോപ്പ് ബാർ അതിന്റെ മുകൾ ഭാഗത്തൂടെയാണ് പോകുന്നത്. ടോപ്പ് ബാർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്? 2 നമ്പേഴ്സ് ഓഫ് 12 mm ഡയമീറ്റർ ബാർ. അപ്പൊ 2 ടോപ്പ് ബാറുകൾ ഉണ്ട്, 2 നമ്പേഴ്സ് ആണ്. അതിന്റെ ഡയമീറ്റർ എത്രയാണ്? 12 mm ആണ്. അപ്പോൾ ടോപ്പ് ബാറും നമ്മൾ കഴിഞ്ഞു. ടോപ്പ് ബാർ അപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞേ, ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, 2 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെയും ഡയമീറ്റർ 12 mm ആണ്, 2 നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട സാധനങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു അത് ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കാം. താഴെ ബോട്ടം ബാർ ഉണ്ട്, അത് എത്ര നമ്പേഴ്സ് ആണ്? 4 നമ്പേഴ്സ് ആണ്. അതിൻ്റെ ഡയമീറ്ററോ 22 mm ഡയമീറ്റർ ആണ്. അതിന് പുറമെ ബെൻഡപ്പ് ബാറുകളുണ്ട്. ബെൻഡപ്പ് ബാർ 2 സെറ്റ് ആയിട്ടാണുള്ളത്. അതിൽ 2 എണ്ണം കുറച്ച് നേരത്തെ ബെൻഡാവും, പിന്നെ അടുത്ത 2 എണ്ണം കുറച്ച് കഴിഞ്ഞിട്ട് ബെൻഡാവും. ഇതിന് ഉപയോഗിക്കുന്ന ബാറിന്റെ ഡയമീറ്റർ ഏതാണ്? 20 mm ഡയമീറ്റർ ബാറാണ്. ടോട്ടൽ 4 നമ്പേഴ്സ്. അവരുടെ ബെൻഡിങ്ങിന്റെ പൊസിഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഇനി ഇതിന് പുറമെ വരുന്നത് സ്റ്റിറപ്പാണ്. ഈ സ്റ്റിറപ്പിന്റെ കാൽക്കുലേഷൻ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. കോംപ്ലിക്കേഷൻ അല്ല, ഇതിങ്ങനെ തന്നെയാണ് കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ, സ്റ്റിറപ്പ് ജസ്റ്റ് ഒന്ന് നോക്കാം. 10 mm ഡയമീറ്റർ 12 mm സെന്റർ ടു സെന്റർ, 10 mm ഡയമീറ്റർ 20 mm സെന്റർ ടു സെന്റർ, 6 mm ഡയമീറ്റർ 35 സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ. 3 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഇത്രയും സ്റ്റിറപ്പുകൾക്കിടയിലുള്ള അകലം 12 സെന്റിമീറ്റർ ആണ്. ഈ സ്റ്റിറപ്പുകൾക്കിടയിലുള്ള ഈ സ്പേസിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്. അടുത്ത ഇത്രയും സ്റ്റിറപ്പുകൾക്കിടയിലുള്ള സ്പേസിങ്ങിന്റെ സ്പേസിങ് 20 സെന്റിമീറ്റർ ആണ്. അടുത്ത ബാക്കി എല്ലാ സാധനങ്ങൾക്കിടയിൽ സ്റ്റിറപ്പുകൾക്കിടയിലുള്ള ഗ്യാപ്പ് 35 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന ബാർ 6 mm ബാറാണ്, 6 mm ബാറുകളാണ് ഈ 35 സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ സ്പേസിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അല്ലാത്തടത്തൊക്കെ ഉപയോഗിക്കുന്നത് 10 mm ബാറാണ്. ഓക്കെ, അതായത് ആദ്യത്തെ 5 എണ്ണം 10 mm ബാറ് ഏകദേശം 12 സെന്റിമീറ്റർ സ്പേസിങ്ങിലും, അടുത്ത 4 എണ്ണം 20 സെന്റിമീറ്റർ സ്പേസിങ്ങിലും, അടുത്ത ബാക്കി വരുന്ന എത്രയാണോ 35 സെന്റിമീറ്റർ സ്പേസിങ്ങിലുമാണ് കൊടുക്കേണ്ടത്. അത് ഫിഗറിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റിറപ്പിന്റെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നോക്കാം. ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നണ്ട, ഇതിന്റെ അടുത്ത മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. സോ ടേബിളിലോട്ട് വരാം. ടേബിൾ എന്തൊക്കെയാണുള്ളത്? ഒന്ന് സ്ട്രെയിറ്റ് ബാർ ഉണ്ട്, ബോട്ടം സ്ട്രെയിറ്റ് ബാറുകളുണ്ട്, അതിൻ്റെ ഡയമീറ്റർ 22 ആണ്. പിന്നെ ബെൻഡപ്പ് ബാറുകളുണ്ട്, അതിൻ്റെ ഡയമീറ്റർ 20 mm ആണ്. ടോപ്പ് ബാർ 12 mm ആണ്. പിന്നെ സ്റ്റിറപ്പുകൾ 10 mm 2 സെറ്റ് ഉണ്ട്, 6 mm ഒരു സെറ്റ് ഉണ്ട്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും എക്സാമിന് ഈ ഒരു സാധനം തരത്തില്ല. അതെന്താണ്? യൂണിറ്റ് വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെയിറ്റ് പെർ
യൂണിറ്റ് ലെങ്ത്. അതായത് 1 മീറ്ററിന്റെ ആ സ്റ്റീൽ റോഡ് എടുത്തു കഴിഞ്ഞാൽ 1 മീറ്റർ സ്റ്റീൽ റോഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് എത്രയാണ്, അതായത് അത് എത്ര കിലോഗ്രാം ഭാരമുള്ള വസ്തുവായിരിക്കും എന്നുള്ള കണക്കാണ് വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത്. ഇത് നമ്മൾ കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, d²/162. അതായത് വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ആണ് d²/162. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ 22 mm ബാർ ആണെങ്കിൽ 22² / 162 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2.98 എന്ന് കിട്ടും. ഓക്കെ, അതാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇനി നമുക്ക് ഇതേപോലെ എല്ലാത്തിൻ്റെയും വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് കാണാൻ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഓരോന്നിൻ്റെയും വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടിട്ട് വേണം നിങ്ങൾ എന്ത് എഴുതാൻ? ശരിക്കും ഇവിടെ ഈ കൊടുത്തിട്ടുള്ള വാല്യൂസ് എഴുതാൻ. ഏതൊക്കെ വാല്യൂസ് ആണ്? ഈ 2.98, 2.47, 0.89, 0.62, 0.62, 0.22 ഈ വാല്യൂസ് എങ്ങനെയാണ് കിട്ടിയത്? d²/162 എന്നുള്ള ഇക്വേഷനിൽ ആ സ്റ്റീൽ ബാറിന്റെ ഡയമീറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എന്ത് കിട്ടും? വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ള ആ ടേം കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ഓരോ ബാറിൻ്റെ സ്വന്തമായിട്ട് കണ്ടുവെക്കണം. ഇത് ക്വസ്റ്റ്യനിൽ ഈ സാധനം തരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അത് നമ്മൾ കണ്ടെത്തണം. കണ്ടെത്താനുള്ള ഇക്വേഷൻ മനസ്സിലായല്ലോ, d²/162. ഇനി നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതുവരെ ഇതിൽ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാണാൻ പോകുന്നത് സ്ട്രെയിറ്റ് ബാർ ആണ്. സ്ട്രെയിറ്റ് ബാർ എവിടെയാണ് വരുന്നത്? ഏറ്റവും താഴ്ഭാഗത്ത്. സ്ട്രെയിറ്റ് ബാറിന്റെ നീളം എങ്ങനെ കാണാൻ പറ്റും? ബീമിന്റെ നീളം എത്രയാണ്? ലെങ്ത് ഓഫ് ബീം ഈ രണ്ട് അറ്റത്തുള്ള ബെയറിങ്ങുകൾ 30 സെന്റിമീറ്റർ ഇവിടെ ബെയറിംഗ് ഉണ്ട്, 30 സെന്റിമീറ്റർ ഇവിടെ ബെയറിംഗ് ഉണ്ട്, നടുവിൽ ക്ലിയർ സ്പാൻ 8 ഉണ്ട്. ടോട്ടൽ 8.6 മീറ്റർ ആണ് എന്ത് ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് ഓഫ് ബീം. ഇവിടെ കവർ തന്നിട്ടുള്ളത് 4 സെന്റിമീറ്റർ ആണ്, സൈഡ് കവർ 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റീൽ ബാറിന്റെ ഈ നീളം എങ്ങനെ കാണാൻ പറ്റും? ടോട്ടൽ 8.6 മീറ്റർ ആണ് ചുമര് ടു ഈ ബീമിന്റെ എൻഡ് ടു എൻഡ് നീളം വരുന്നത്. അതിൽ ഇവിടെ ഒരു ഗ്യാപ്പ് 4 സെന്റിമീറ്റർ, ഇവിടെ ഒരു ഗ്യാപ്പ് 4 സെന്റിമീറ്റർ. അപ്പോൾ ടോട്ടൽ 8.52 മീറ്റർ ആണ് സ്റ്റീൽ ബാറിന്റെ ഈ നീളം വരുന്നത്. രണ്ട് ഭാഗത്തുനിന്നും 4 സെന്റിമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ. ഇനി ഹുക്ക് ഉണ്ടല്ലോ, ഒരു ഹുക്കിന്റെ നീളം എത്രയാണ്? 1 ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9D ആണ്. സോ 2 ഹുക്കിന്റെ കേസിൽ 18 ടൈംസ് ഡയമീറ്റർ. വാട്ട് ഈസ് ദ ഡയമീറ്റർ ഹിയർ? ഇറ്റ് ഈസ് 22 mm. സോ 18 into 22 mm ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 18 into 22 ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ എന്താണെന്ന് വെച്ചാൽ അത് കിട്ടും. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ലെങ്ത് കണ്ടു കഴിഞ്ഞു. നമ്പർ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, എന്ത് 4 നമ്പേഴ്സ് അല്ലേ? അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് നമ്പേഴ്സ് അറിയാം, ലെങ്ത് അറിയാം, ബ്രെഡ്ത്ത് എന്നുള്ള ക്വാണ്ടിറ്റി ഇതിലില്ല. പിന്നെ ഇനി ആവശ്യമുള്ളത് വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ നമ്പർ ഈക്വൽ ടു 4, ലെങ്ത് ഈക്വൽ ടു 8.6 ടോട്ടൽ ലെങ്ത് എന്നും രണ്ട് സൈഡിലെ കവർ കുറക്കുക 0.04. ഒരു സൈഡിലെ കവർ 4 സെന്റിമീറ്റർ ആണ്, അത് കുറച്ചിട്ട് 2 ഹുക്ക് ലെങ്ത്തുകൾ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 8.6 മൈനസ് 0.08 പ്ലസ് 2 into 9 into 20, 2 into 9 into 0.022. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിൻ്റെ ലെങ്ത് കിട്ടും. ആ ലെങ്ത് ഈസ് ഈക്വൽ ടു 8.92 മീറ്റർ ആണ്. ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കാൽക്കുലേഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക, ലെങ്ത്. ഓക്കെ, എന്നിട്ട് അത് റിമാർക്സിൽ എഴുതാനുള്ളതാണ്. പിന്നെ നിങ്ങൾ കണ്ടുവെക്കേണ്ട സാധനം ഏതാണ്? വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് d²/162 ഈക്വൽ ടു
ഇവിടുത്തെ ഡി എത്രയാണ്? 22 സ്ക്വയർ ബൈ 162 ഈക്വൽ ടു 2.98 കിലോഗ്രാം പെർ മീറ്റർ. അതായത് ഒരു മീറ്ററിന്റെ പീസ് എടുത്തു കഴിഞ്ഞാൽ 2.98, ഏകദേശം 3 കിലോളം വെയിറ്റ് ഉണ്ടാവും. ഇനി ഇതിന്റെ കാൽക്കുലേഷൻ എഴുതാം. നമ്പർ 4 എണ്ണം 8.92 മീറ്റർ അതിന്റെ ലെങ്ത് നമ്മൾ കണ്ടെത്തി. അതിന്റെ ഡി സ്ക്വയർ ബൈ 162 ഇക്വേഷൻ പ്രകാരം നമ്മൾ അതിന്റെ യൂണിറ്റ് വെയിറ്റ് കണ്ടെത്തി. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 106.33 കിലോഗ്രാം. അപ്പൊ ഇത്രയും വെയിറ്റ് എന്ത് വേണം? ഇത്രയും വെയിറ്റ് 22 mm ഡയമീറ്റർ ബാർ വേണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വാണ്ടിറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു. ആൻഡ് അടുത്ത ക്വാണ്ടിറ്റി നമ്മൾ കാണാൻ പോകുന്നത് ഏതാണ്? ബെൻഡപ്പ് ബാറുകളാണ്. ബെൻഡപ്പ് ബാറുകൾ എങ്ങനെയൊക്കെയാ വരുന്നത്? 2 സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ സെറ്റാണ് ഞാൻ വരക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ. ഇത് എത്ര എണ്ണം ഉണ്ട്? 2 നമ്പേഴ്സ്. ഇനി രണ്ടാമത്തതോ? ഇതും 2 നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ 2 എണ്ണം എങ്ങനെ? 2 എണ്ണം ഇതിന്റെ ഇടയിലുള്ള ഈ അകലം കൂടുതലാണ്. അത് ഞാൻ വരക്കുമ്പോൾ അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് വരച്ചാന്ന് മാത്രം. ഇവിടെ അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇവിടെ ചുമരും ബാറും തമ്മിലുള്ള ഇടയിലെ ഗ്യാപ്പ് 4 സെന്റിമീറ്റർ ആണ് അല്ലേ? അതാണ് എന്ത്? അവിടുത്തെ കവർ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ബെൻഡപ്പ് വരുന്ന നീളം 70, ചുമരിൽ നിന്നും 70 വിട്ടിട്ടാണ് ആദ്യത്തെ ബെൻഡപ്പ് വരുന്നത്. ഇവിടെ ബീമിന്റെ എൻഡിലോട്ട് ഒരു 30 സെന്റിമീറ്റർ ഉണ്ട്. ഇവിടുത്തെ കവർ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 26 സെന്റിമീറ്റർ ഉണ്ടാവും അല്ലേ? 4 സെന്റിമീറ്റർ കവർ കുറച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു 26ഉം പ്ലസ് 70ഉം കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 96 സെന്റിമീറ്റർ ആണ് ആദ്യത്തെ ബെൻഡപ്പിലോട്ടുള്ള ദൂരം. ഓക്കെ, ഇനി രണ്ടാമത്തെ ബെൻഡപ്പിലോട്ടുള്ള ദൂരം, ഈ 96നോട് ഒരു 90ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 186 മീറ്റർ, 1.86 മീറ്റർ ആണ് ഈ ബെൻഡപ്പിലോട്ടുള്ള ഹുക്കിൽ നിന്നുള്ള ദൂരം. പക്ഷേ നമ്മൾ ഇവിടെ ക്വാണ്ടിറ്റി കാണുന്ന സമയത്ത് ഇതിന് പ്രസക്തി ഇല്ല. കാരണം ഇതിന്റെ രണ്ടിന്റെയും നീളം തുല്യം തന്നെ ആയിരിക്കും. കാരണം ഒരേപോലെ ബെൻഡായി പോകുന്നതാണ്. അതിന്റെ പൊസിഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. പക്ഷെ ഫൈനൽ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ വാല്യൂസ് അത്യാവശ്യമായിട്ട് വരും. ഏത് വാല്യൂസ്? ഈ 96 സെന്റിമീറ്ററും 1.86 മീറ്ററും, ഈ 2 വാല്യൂസും എങ്ങനെയാണ് കിട്ടിയത് എന്ന് ഓർത്തു വെക്കണം. കവർ കുറച്ച് കഴിഞ്ഞാൽ 30ൽ ബാക്കിയുള്ളത് 26, അതിനോട് 70ഉം 90ഉം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 96ഉം 1.86ഉം എല്ലാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിന്റെ ലെങ്ത് എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ലെങ്ത് ഓഫ് 1 ബാർ ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഒരു ബെൻഡപ്പ് ബാറിന്റെ ലെങ്ത്. ടോട്ടൽ ലെങ്ത് 8.6 മീറ്റർ ആണല്ലോ. അതിൽ നിന്നും 2 കവർ കുറക്കണം ഇരുവശങ്ങളിലും. 2 × 0.04 അല്ലേ? അപ്പോൾ 2 കവർ കുറച്ച് കഴിഞ്ഞാൽ 4 സെന്റിമീറ്റർ ഇരുവശങ്ങളിലും കുറച്ചു. ഇനി എന്താണ് വേണ്ടത്? ഇനി 2 ഹുക്കുകൾ കൂട്ടണം. പ്ലസ് 2 ഹുക്സ്. ഇതെന്താണ്? 2 കവർ മൈനസ് ചെയ്തു. ഇനി 2 ഹുക്ക് കൂട്ടി. 2 ഹുക്ക് കൂട്ടി കഴിഞ്ഞതിന് ശേഷം ഇനി 2 ബെൻഡപ്പുകൾ ഉണ്ട് അല്ലേ? അപ്പോൾ 2 × additional length for bend up. അതായത് ഇങ്ങനെ ചെരിച്ചു കൊടുക്കുന്ന സമയത്ത് 45 ഡിഗ്രിയിലാണ് ചെരിവ് എങ്കിൽ അവിടെ ഒരു ലെങ്ത് 0.41 d ഡെപ്ത് ആണ് ഇവിടുത്തെ ഡി ആയിട്ട് കാണിക്കുന്നത്. 0.41 d എന്താവും? അഡീഷണൽ ആയിട്ട് വരും. അപ്പോൾ 2 വശങ്ങളിലൂടെ വരുന്ന സമയത്ത് 2 × 0.41 ടൈംസ് ഡെപ്ത്. ഈ ഡെപ്ത് എവിടുന്നാ കിട്ടുക? ഈ ഡെപ്ത് ഇവിടെ ക്വസ്റ്റ്യനിൽ കാണിച്ചിട്ടുണ്ട് 65 സെന്റിമീറ്റർ എന്ന്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോൾ അവിടുത്തെ ഡെപ്ത് കാണിക്കുന്നത് എന്താണ്?
65 centimeter, which is already given in the question. അപ്പോൾ നമുക്കതിന്റെ ലെങ്ത് കാണാം. Length is equal to 8.6 minus 0.08 plus 2 into 9 into 0.02 plus 2 into 0.41 into 0.65. ഈ 65 എന്താണ്? ഡെപ്ത്. ഈ 41 എന്താണ്? നമ്മൾ അഡീഷണൽ ലെങ്ത് ഫോർ ബെൻഡ് അപ്പ്. ഓക്കെ, ഇത് ഹുക്ക്, ഇത് കവർ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി അതിൻ്റെ ലെങ്ത് എത്ര കിട്ടും? 9.48 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ പലപ്പോഴും പല പുസ്തകങ്ങളിലും നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വേറൊരു കാര്യം കാണാം. അത് നോട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പുസ്തകം വായിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ വരാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യം നോട്ട് ചെയ്യണം എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് എ മിനിറ്റ്. ഡിഗ്രി ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ടോട്ടൽ ഒരു അഡീഷണൽ ലെങ്ത് ഓഫ് 0.41 ടൈംസ് ഡെപ്ത് വരും എന്ന് പറഞ്ഞിരുന്നു. ഇതിനെ അപ്രോക്സിമേറ്റ്ലി 0.45D എന്ന് ചില പുസ്തകങ്ങളിൽ എഴുതാറുണ്ട്. അപ്പോൾ രണ്ട് ബെൻഡപ്പ് വരുന്ന സമയത്ത് 2 into 0.45D എന്നുള്ളത് 0.9D ആവും. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ചിലർ 1 ടൈം D ഡയറക്റ്റ് ആഡ് ചെയ്യാറുണ്ട് അഡീഷണൽ ലെങ്ത് ആയിട്ട്. അതായത് നമ്മളിപ്പോൾ 2 into 0.41D എന്ന് ചെയ്തതിന് പകരം ചിലർ ഡയറക്റ്റ് 0.9D ആണ് അപ്രോക്സിമേറ്റ്ലി, അതുകൊണ്ട് അതിനെ 1D ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് 1 ടൈം ഡെപ്ത് കാൽക്കുലേറ്റ്, അങ്ങനെ ഡയറക്റ്റ് അഡീഷണൽ ലെങ്ത് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും അക്യുറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് 2 into 0.41 into D ചെയ്യുന്നതാണ്, അതായത് ഡെപ്ത് ചെയ്യുന്നതാണ്. അതർവൈസ് ചിലവർക്ക് വേണമെങ്കിൽ 2 into 0.45D എന്നുള്ള രീതിയിൽ റൗണ്ട് ചെയ്തിട്ട് ചെയ്യാം. ഈ ഇതിനെ നമുക്ക് 0.9 എന്നുള്ളതിനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 1D എന്ന് ടോട്ടലായിട്ട് എഴുതുകയും ചെയ്യാം. ചില പുസ്തകങ്ങളിൽ BNDTയുടെ പുസ്തകങ്ങളിൽ നമുക്ക് അങ്ങനെ കാണാറുണ്ട്. കാരണം നമ്മൾ ഇതിനെ ടോട്ടൽ വെയിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ക്വിൻ്റലിലോട്ടാണല്ലോ നമ്മൾ ഇത് ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ വർക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യം ലെങ്ത്തിൽ അവരത് കട്ട് ചെയ്ത് ശരിയാക്കുകയും ചെയ്യും. അപ്പോൾ എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് ഇതിനെ റൗണ്ട് ഓഫ് ചെയ്ത് ഒരു വലിയ നമ്പറിലോട്ട് കൊണ്ടുവരാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. ഇനി ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ലെങ്ത് കിട്ടി. ഇനി നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എഴുതാം. ഡീറ്റെയിൽ എസ്റ്റിമേറ്റിൽ 4 നമ്പറാണ്. 4 നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? ഇങ്ങനെ 2 into 2 അങ്ങനെ 4 നമ്പേഴ്സ് ടോട്ടൽ വരുന്നുണ്ട്. അതിൻ്റെ ലെങ്ത് 9.48 മീറ്റർ ആണ്. അത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ 1 ടൈംസ് ഡയമീറ്റർ ചെയ്യുന്നവരുണ്ട്, 2 into 0.41 ടൈംസ് ചെയ്യുന്നവരുണ്ട്. ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യാം. രണ്ടായാലും ആൻസറിൽ വ്യത്യാസത്തിൽ ചെറിയ വ്യത്യാസങ്ങൾക്കൊന്നും പ്രശ്നമില്ല. ഇനി അതിൻ്റെ D²/162 എന്നുള്ള വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു അതിനെ. അങ്ങനെ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടി? 93.66 കിലോഗ്രാം എന്ന് അത് കിട്ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബെൻഡപ്പ് ബാർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് മനസ്സിലായല്ലോ. അതിൻ്റെ നമ്പർ കാണുന്നു, ആൻഡ് അതിൻ്റെ ലെങ്ത് കാണുന്നു, അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് കാണുന്നു, അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, and we will get the total quantity in kilogram. അപ്പോൾ ഇവിടെ നിങ്ങൾ റിമാർക്സിൽ ലെങ്ത് എങ്ങനെ കിട്ടി എന്ന് പ്രത്യേകം എഴുതണം. ഓക്കെ, ഇതായിരിക്കും എക്സാമിന് വാല്യൂ ചെയ്യുന്ന ആള് പരിഗണിക്കുക നിങ്ങളുടെ ലെങ്ത് ആയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ 8.92 എന്നും 9.48 എന്നും കിട്ടിയത്? പിന്നെ ടോട്ടൽ ലെങ്ത് മൈനസ് കവർ പ്ലസ് ഹുക്ക് പ്ലസ് ബെൻഡപ്പ് അഡീഷണൽ ലെങ്ത് എന്നുള്ളത് കൃത്യമായിട്ട് റിമാർക്സിൽ എഴുതി
കാണിക്കണം. ഞാൻ അപ്പോൾ നേരത്തെ എഴുതി കാണിച്ചത് ഇവിടെ റിമാർക്സിൽ എഴുതി കാണിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് കള്ളിയുടെ വീതിയും വലിപ്പമൊക്കെ കൂട്ടേണ്ടി വരും. ഓക്കെ, അടുത്ത ക്വാണ്ടിറ്റിയിലോട്ട് പോവാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സി ദ ടോപ്പ് ബാർ. ടോപ്പ് ബാർ എങ്ങനെയാണ് വരിക? മുകളിൽ നിന്ന് താഴോട്ട് ഹുക്ക് നിൽക്കുന്ന രീതിയിലാണ് ടോപ്പ് ബാർ വരിക. ഈ ടോപ്പ് ബാർ ഉപയോഗിക്കുന്ന ഈ ടോപ്പ് ബാർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2 numbers of 12 mm ഡയമീറ്റർ ബാർ ആണ്. 2 ബാറുകൾ, ഓരോന്നിൻ്റെയും ഡയമീറ്റർ എത്രയാണ്? 12 mm ആണ്. അപ്പോൾ ഈ ബാർ 2 എണ്ണം ഉണ്ട്, 12 mm ഡയമീറ്റർ ഉള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8.6ൽ നിന്നും 0.08 രണ്ട് സൈഡത്തെ കവർ കുറച്ചിട്ട് 2 × 9 × 0.012, അതായത് ഹുക്കിൻ്റെ ലെങ്ത് കൂട്ടിയിട്ട് ഹുക്ക് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് കിട്ടും. ആൻഡ് ദ ടോട്ടൽ ലെങ്ത് ഈസ് 8.74 മീറ്റർ. അപ്പോൾ അതാണ് എന്തിൻ്റെ നീളം? ഒരു 12 mm ഡയമീറ്റർ ടോപ്പ് ബാറിൻ്റെ നീളം 8.74 ആണ്. അതിൻ്റെ എണ്ണം എവിടെ കൊടുത്തിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2 numbers ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ d²/162 കൂടെ കാണുക. d²/162 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും അടുത്ത ടേബിളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ലെറ്റ്സ് സി d²/162 = 0.89. അത് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ലെങ്ത് നമ്മൾ കണ്ടു 8.74. അതിൻ്റെ d²/162 വാല്യൂ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു, 0.89. 2 numbers ആണെന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ വെയിറ്റ് ഓഫ് ടോപ്പ് ബാർ. എത്രയാണ്? 15.56 കിലോഗ്രാം. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 3 ബാറുകൾ കണ്ടു കഴിഞ്ഞു. സ്ട്രെയിറ്റ് ബാർ കണ്ടു, ബെൻഡഡ് ബാർ കണ്ടു, ടോപ്പ് ബാർ കണ്ടു. ഇനി കാണാനുള്ളത് സ്റ്റിറപ്പുകളാണ്. സ്റ്റിറപ്പ് 2 സെറ്റ് ആയിട്ട് തന്നെ ഉണ്ട് എന്ന് പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സ്റ്റിറപ്പിലോട്ട് പോവാം. സ്റ്റിറപ്പ് 2 സെറ്റ് ആയിട്ടുണ്ട്. ആദ്യത്തേത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഈ പച്ച മാർക്ക് ചെയ്തതിനകത്തെ സ്റ്റിറപ്പുകളാണ്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവയ്ക്കിടയിലുള്ള അകലം 12 സെന്റിമീറ്റർ ആണ്. സ്പേസിങ് 12 സെന്റിമീറ്റർ ആണ്. അപ്പൊ അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. ഏതൊക്കെയാ? ജസ്റ്റ് ഞാനൊന്ന് ക്ലിയർ ആയി ചെയ്ത് മാർക്ക് ചെയ്യാം. 1, 2, 3, 4, 5. ഈ 5 എണ്ണം 12 സ്പേസിംഗ് ഉള്ളതാണ്. ഇവിടെ 12 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻവേർട്ടർ കോമ കൊടുത്തത് കണ്ടോ? അത് എന്താണെന്ന് ഉദ്ദേശിച്ചത്? 12 സ്പേസിംഗ് തന്നെയാണ് ഈ അറ്റത്തുള്ളതെല്ലാം. അതായത് ഇവിടെ 1, 2, 3, 4, 5 ഈ ഓരോന്നിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് 12 സെന്റിമീറ്റർ ആണ്. അതേപോലെ ഇപ്പുറത്തുണ്ട് 1, 2, 3, 4, 5. 1, 2, 3, 4, 5. ഈ 5 എണ്ണത്തിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ 12 സെന്റിമീറ്റർ ആണ്. അപ്പോൾ എണ്ണം കിട്ടിയല്ലോ 5. ഇപ്പുറത്തും 5. ഇനി അതിൻ്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാണ്? അതിൻ്റെ ഡെപ്തും അല്ല അതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? 10 mm ഡയമീറ്റർ ബാറാണ് യൂസ് ചെയ്യുന്നത്. 12 സെന്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് ആണ്. അപ്പോൾ എന്താണ് ഉപയോഗിച്ചിട്ടുള്ള ബാറ്? 10 mm ബാറാണ്. 10 mm ഡയമീറ്റർ ഉള്ള സ്റ്റീൽ ബാറാണ്. അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 12 സെന്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് ആണെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ക്വാണ്ടിറ്റി കാണാം. ക്വാണ്ടിറ്റി എങ്ങനെ കാണാം? 2 × 5, അതായത് ഇരുവശങ്ങളിലും 5 എണ്ണം വീതം. അത് ഫിഗറിൽ നിന്നാണ് നമ്മൾ എണ്ണിയെടുത്തത്. അതിൻ്റെ ഒന്നിൻ്റെ ലെങ്ത് 2.42 ആണ്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അത് നിങ്ങൾ റിമാർക്സിൽ അതിൻ്റെ കാൽക്കുലേഷൻ കാണിക്കണം. ഒരു സ്റ്റിറപ്പിൻ്റെ ലെങ്ത് എങ്ങനെയാണ് എന്നുള്ള കാൽക്കുലേഷൻ റിമാർക്സിൽ കാണിക്കണം. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റീൽ ക്രോസ് സെക്ഷൻ ഓഫ് ബീം വരുന്നത്. അപ്പോൾ ഇത് 65 സെന്റിമീറ്റർ ആണെന്ന് ആ ഫിഗറിൽ പ്രത്യേകം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫിഗറിലെ ക്രോസ് സെക്ഷൻ വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഡയമെൻഷൻ 32 സെന്റിമീറ്റർ ആണെന്നും കാണിച്ചിട്ടുണ്ട്. അതായത് ഇരുവശങ്ങളിലെ കവർ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ 65 ഉം 32ഉം. ഇപ്പൊ ഈ സൈഡ് കവർ ആയിട്ട് ഇവിടെ വരുന്നത് 5 സെന്റിമീറ്ററും
ടോപ്പ് കവർ ആയിട്ട് വരുന്നത് 4 സെന്റിമീറ്ററും ആണ്. അതാണ് 32ഉം 65ഉം കിട്ടാൻ കാരണം. ഒരു സ്റ്റിറപ്പിന്റെ നീളം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 65, ഇവിടെ ഒരു 65, ഇവിടെ ഒരു 32, ഇവിടെ ഒരു 32. അപ്പോൾ 2 65ഉം 2 32ഉം കൂട്ടിയിട്ട് ഒരു കാര്യം കൂടെ അതിനോട് ആഡ് ചെയ്യണം. 2 ഹുക്കുകൾ ഉണ്ടാവും ഇതിന്റെ 2 എൻഡിൽ. എവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ 2 ഹുക്കുകൾ ഉണ്ടാവും. പ്ലസ് ഒരു അഡീഷണൽ ലെങ്ത് ഓഫ് 30 സെന്റിമീറ്റർ ചെയ്യണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ കൃത്യമായിട്ട് അതിന്റെ കാൽക്കുലേഷൻ ചെയ്ത് കാണിച്ചു തരാം. ലെങ്ത് ഓഫ് സ്റ്റിറപ്പ് ആണ് നമ്മളിവിടെ പറയുന്നത്. ലെങ്ത് എന്ന് പറയുമ്പോൾ 2 × 0.65 പ്ലസ്, അതായത് 2 ഉയരങ്ങൾ പ്ലസ് 2 × 0.32 പ്ലസ് 2 × 9 × ഡയമീറ്റർ, അതെന്തിനാണ്? ഹുക്കിന് വേണ്ടിയിട്ട്, പ്ലസ് 30 സെന്റിമീറ്റർ. ഈ 30 സെന്റിമീറ്റർ സ്റ്റിറപ്പിൽ അഡീഷണൽ ലെങ്ത് ആയിട്ട് കൊടുക്കണം എന്നുള്ളൊരു റൂളാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഈ പ്രോബ്ലത്തിൽ അധികം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഒരു 30 സെന്റിമീറ്റർ അഡീഷണൽ ലെങ്ത് ആയിട്ട് നമ്മൾ ഇതിലോട്ട് പ്രൊവൈഡ് ചെയ്യുക. എക്സ്ട്രാ ലെങ്ത് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു സ്റ്റിറപ്പിന്റെ നീളം കിട്ടുന്നത്. അപ്പൊ 2 × 0.65 പ്ലസ് 2 × 0.32 പ്ലസ് 2 × 9 × ഡയമീറ്റർ, അതായത് 2 ഹുക്ക് ലെങ്ത് പ്ലസ് 30 സെന്റിമീറ്റർ എല്ലാം കൂടി ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 2.42. അപ്പോൾ ഞാനത് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, 18 × 0.01 ഹുക്ക്, 0.3 എക്സ്ട്രാ, we will get 2.42. അതാണ് ടോട്ടൽ ലെങ്ത്. ഇനി സ്റ്റിറപ്പിന്റെ ടോട്ടൽ ലെങ്ത് 3 കേസിലും ഇത് തന്നെയാണ് വരുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പോൾ നമ്പർ ഇവിടെ കിട്ടിയത് മനസ്സിലായല്ലോ. ഇരുവശങ്ങളിലും 5 എണ്ണം. അതിന്റെ ലെങ്ത് കിട്ടി. പിന്നെ d²/162 എന്നുള്ള വാല്യൂ വെച്ചിട്ട് നമുക്ക് അതിന്റെ വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് കിട്ടി. അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ we have got 15 kg of steel of 10 mm diameter is required to make the syrup. അടുത്ത സെക്ഷനിൽ ആദ്യം നമ്മൾ ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സ്റ്റിറപ്പിന്റെ കാര്യം തീരുമാനമായി. 1, 2, 3, 4, 5, ഈ 5 എണ്ണം തീരുമാനമായി. ഇനി അടുത്തതാണ് നമ്മൾ കാണാനുള്ളത്. അടുത്തത് എങ്ങനെ കാണാം? 1, 2, 3, 4. ഈ 4 എണ്ണത്തിന്റെ പ്രത്യേകത എന്താ? ഈ 4 എണ്ണത്തിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് തുല്യമാണ്. 20, 20, 20, 20. അതിനുശേഷം പിന്നെ എത്ര വരുന്നത്? 35 ആണ്. അപ്പൊ ഇവിടെ 1, 2, 3, 4 എണ്ണം. ഇവിടെ അതേപോലെ 1, 2, 3, 4. ഇതിന്റെ ഇടയിലുള്ള ഈ 5 എണ്ണോ? ഇതിന്റെ ഇടയിലുള്ള സ്പേസിങ് 12 ആണ്. അപ്പൊ ഇവിടെ ഇതിന്റെ ഇടയിലുള്ള സ്പേസിങ് 20 ആണ്. അപ്പോ ഈ 4 എണ്ണം ഇപ്പുറത്തും ഈ 4 എണ്ണം ഇപ്പുറത്തും. കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ആ ഫിഗർ, ആദ്യം വരച്ച ഫിഗറിലെ അവയ്ക്കിടയിലുള്ള അകലം ഒന്ന് മാറ്റി തന്നെ വരക്കുക. അതായത് ഈ ആദ്യത്തെ 5 എണ്ണത്തിന്റെ ഇടയിലുള്ള സ്പേസിങ്ങും പിന്നെ ഇതിന് ശേഷമുള്ള ഈ സ്പേസിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒന്ന് 20 ആണ് വരുന്നത്, മറ്റേത് 12 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ നമ്മൾ അനലൈസ് ചെയ്യേണ്ട സ്റ്റിറപ്പുകൾ നമ്മൾ ആദ്യത്തെ 5 എണ്ണം ഒഴിവാക്കിയതിന് ശേഷം ഉള്ള ഇതാണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യേണ്ടത്. 1, 2, 3, 4. ഈ 4 എണ്ണം ഇപ്പുറത്തും, ഇവിടെ 1, 2, 3, 4. ഈ 4 എണ്ണം ഇപ്പുറത്തും. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള അകലം 20 സെന്റിമീറ്റർ. 2 × 4 നമ്പേഴ്സ്. ലെങ്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ 2.42 തന്നെയാണ് വരിക. കാരണം അതിന്റെ ഷേപ്പിൽ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ലെങ്ത് സെയിം തന്നെയാണ് വരിക. അപ്പോൾ അതിന്റെ അടുത്ത കാൽക്കുലേഷൻ കണ്ടു. 2 × 4, ഇരുവശങ്ങളിലും 4 എണ്ണം. അതിന്റെ ഒന്നിന്റെ ലെങ്ത് 2.42. കഴിഞ്ഞ സ്റ്റിറപ്പിന്റെ ലെങ്ത് കണ്ട സമയത്ത് നമ്മൾ കണ്ടതാണ്. അതിന്റെ ഡയമീറ്ററിൽ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ d²/162 എന്നുള്ള വാല്യൂ രണ്ടിന്റെയും തുല്യം തന്നെയാണ്. ആൻഡ് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we will get 12 kg. അപ്പോൾ ഇത് രണ്ടും കൂടെ ടോട്ടൽ എത്ര ഉണ്ടാവും? 27 kg ഓഫ് 10 mm ബാർ ഈസ് റിക്വയർഡ്.
10 mm ഡയമീറ്റർ ബാർ എത്ര വേണം? 27 കിലോ. ഇത് രണ്ടും കൂടെ വേണം. അപ്പൊ ഇതിൽ വ്യത്യാസമേ ഉള്ളൂ. ആദ്യത്തെ 5 എണ്ണത്തിന്റെ ഇടയിലുള്ള സ്പേസിങ്ങും അടുത്ത 4 എണ്ണത്തിന്റെ ഇടയിലുള്ള സ്പേസിങ്ങും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ. അതേപോലെ ഇപ്പുറത്തും സ്പേസിങ്ങിൽ തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ ഫൈനൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള സെന്ററിൽ കാണുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റിറപ്പാണ് കാണുന്നത്. ലാസ്റ്റ് സ്റ്റിറപ്പ് അതിന്റെ ബീമിന്റെ സെന്റർ പോർഷനിലാണ് വരുന്നത്. സെന്റർ പോർഷൻ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്താണ് ഈ ലാസ്റ്റ് സ്റ്റിറപ്പ് വരുന്നത്. അപ്പൊ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സെറ്റിൽ 12 സെന്റിമീറ്റർ വ്യത്യാസമുള്ള കുറച്ച് സ്റ്റിറപ്പുകൾ പറഞ്ഞു. ഇനി അതിനുശേഷം 20 സെന്റിമീറ്റർ ഗ്യാപ്പുള്ള കുറച്ച് സ്റ്റിറപ്പുകൾ പറഞ്ഞു. അത് ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബീമിൽ 12 സ്പേസിങ്ങിലുള്ള 5 എണ്ണം ഉണ്ടെന്ന് ആദ്യം കാണിച്ചിരുന്നു. ഇവിടെ അതേപോലെ 12 സ്പേസിങ്ങിലുള്ള 5 എണ്ണം ഉണ്ട്. അതിനുശേഷം പിന്നെ 20 സ്പേസിങ്ങിൽ 4 എണ്ണം. ഇനി നമ്മൾ ബാക്കി നമ്മുടെ കയ്യിലുള്ള പിന്നെ സ്റ്റിറപ്പുകളെ ഈ അകലത്തിലാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. ആ അകലത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവക്ക് ഓരോന്നിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 35 സെന്റിമീറ്റർ ആണ്. ഇവിടെ എത്രയായിരുന്നു ഗ്യാപ്പ്? 20 ആയിരുന്നു. ഇവിടെ എത്രയായിരുന്നു ഗ്യാപ്പ്? 12 ആയിരുന്നു. ഓരോന്നിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഇവിടെ 12 ആയിരുന്നു, ഇവിടെ 20 ആയിരുന്നു, ഇവിടെ വേണ്ടത് 35 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണണം? ഈ ഗ്യാപ്പ് എത്ര ഉണ്ടെന്ന് കാണണം അല്ലേ? ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് എത്ര ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. ആ മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു 20 സെന്റിമീറ്റർ തന്നത് കണ്ടോ? മുകളിലോട്ട് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 സെന്റിമീറ്റർ ഇവിടെ ഡയമെൻഷൻ തന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഹുക്കിന്റെ എൻഡിൽ നിന്നും ഇവിടെ നിന്നും ഇടയിലുള്ള ദൂരമാണ് 20 സെന്റിമീറ്റർ. അതായത് 20 സെന്റിമീറ്റർ കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റിറപ്പ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഇവിടെ ഒരു 20 വരുന്നു, ഇവിടെ 1 2 3 4 12കൾ വരുന്നു. 4 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 സെന്റിമീറ്റർ. അത് കഴിഞ്ഞാൽ 1 2 3 4 20കൾ വരുന്നു. 4 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 സെന്റിമീറ്റർ അല്ലേ? അപ്പോൾ ഒരറ്റത്ത് നിന്നും 80 പ്ലസ് 48 128 പ്ലസ് 20 148 അല്ലേ? 148 ഗ്യാപ്പ് വിട്ടിട്ടാണ് ആദ്യത്തെ ഇവിടുത്തെ ഈ കംപ്ലീറ്റ് സ്റ്റിറപ്പ് ഇതാവുന്നത്. 1.48 മീറ്റർ ഇരുവശങ്ങളിൽ നിന്നും ഉണ്ട്. ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. മിഡിൽ പോർഷന്റെ ലെങ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്തുണ്ട്? ഒരു കവർ 4 സെന്റിമീറ്റർ ഉണ്ട്. 4 സെന്റിമീറ്റർ കവർ. ഇനി നമുക്ക് എങ്ങനെ ഇവിടുത്തെ ഈ ലെങ്ത് കിട്ടും? ഈ ലെങ്ത് എങ്ങനെ നമുക്ക് കിട്ടും? വളരെ എളുപ്പമല്ലേ? ടോട്ടൽ 8.6 മീറ്റർ ആണ്. അതിൽ നിന്നും ഇത്രയും സാധനങ്ങൾ ഇവിടെ, ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇവിടുത്തെ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ 8.6 മൈനസ് 2 ഇൻറ്റു 1.52 ചെയ്താൽ നമുക്ക് അതിന്റെ ഗ്യാപ്പ് കിട്ടും. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. -8.6 മൈനസ് 3.04 ഈക്വൽ ടു 5.56 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്രയാണ് നമുക്ക് കിട്ടി? 5.56 മീറ്റർ. അപ്പോൾ ഈ ഗ്യാപ്പിൽ വേണം നമ്മൾ ബാക്കിയുള്ളതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇവയ്ക്കിടയിലുള്ള സ്പേസിങ് 35 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്യാപ്പ് നമുക്ക് എത്ര കിട്ടി? 5.56 മീറ്റർ എന്ന് കിട്ടി ഈ ഗ്യാപ്പ്. ഇനി ഇവിടെ നമ്പർ ഓഫ് സ്റ്റിറപ്പ് കാണണം. നമ്പർ കാണാൻ എന്ത് ചെയ്യണം? നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടോട്ടൽ ലെങ്ത് 5.56 ഡിവൈഡഡ് ബൈ സ്പേസിംഗ് 0.35 ഈക്വൽ ടു എത്രയാണ്? 15.88 എന്ന് കിട്ടും. അതായത് 16, അപ്രോക്സിമേറ്റ്ലി 16. അതായത് ഈ 5.56 എന്നുള്ള നീളത്തെ 35 സെന്റിമീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചു കഴിഞ്ഞാൽ 16 കഷ്ണങ്ങൾ ഉണ്ടാവും എന്നാണ് അർത്ഥം. അതായത് ഇവിടെ എണ്ണിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഇങ്ങനെ 16 കഷ്ണങ്ങൾ ഉണ്ടാവും. ഇതിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ 2 ബാറുകളാണ് ഏതൊക്കെ? ഇവിടെ ഈ ഉള്ള ഈ ബാറും നമ്മൾ നേരത്തെ 1.48 മീറ്റർ എണ്ണിയപ്പം അതിൽ പെട്ടിട്ടുള്ള ബാറുകളാണ്. അപ്പോൾ ഈ 16 കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ബാറുകൾ ബാക്കി ഉണ്ടാവും? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 ബാറുകൾ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടി വരും അല്ലേ? 15 സ്റ്റിറപ്പുകൾ, ആക്ച്വലി 15 സ്റ്റിറപ്പുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്പർ ഓഫ് സ്റ്റിറപ്പ് കണ്ടതെന്ന് മനസ്സിലായല്ലോ. ടോട്ടൽ ലെങ്ത് 8.6 ആണ്. അവയിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള സ്റ്റിറപ്പുകൾ, ആ സ്റ്റിറപ്പുകൾ എവിടെയാണുള്ളത്? ആ സ്റ്റിറപ്പുകൾ നമ്മൾ ഈ പിക്ചറിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവിടം വരെ ഉള്ള സ്റ്റിറപ്പുകൾ നമ്മൾ ഓൾറെഡി ക്വാണ്ടിറ്റി കണ്ടു കഴിഞ്ഞു. ഇത്രയും സ്റ്റിറപ്പുകൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ആൻഡ് ഇനി അപ്പോൾ അതെല്ലാം 12ഉം 20 സ്പേസിംഗ് ഉള്ളതായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള കഷ്ണത്തിൻ്റെയാണ് നമ്മൾ ഈ റെഡ് കളറിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു കഷ്ണത്തിൻ്റെയാണ് നമ്മൾ നമ്പർ കണ്ടത്. അതിനാദ്യം നമ്മൾ അവിടുത്തെ എന്ത് കണ്ടെത്തി? ടോട്ടൽ എത്ര നീളം ബാക്കിയുണ്ടെന്ന് കണ്ടെത്തി. അത് കണ്ടെത്തിയപ്പോൾ 5.56 മീറ്റർ എന്ന് കിട്ടി. അവയ്ക്കിടയിലുള്ള സ്പേസിംഗ് 35 സെന്റിമീറ്റർ ആണെന്ന് മനസ്സിലാക്കി. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ കാണാൻ 5.56നെ 35 ഹരിച്ചു. 35 ഹരിച്ചപ്പോൾ നമുക്ക് 15.88, അതിനെ റൗണ്ട് ചെയ്ത് 16ലോട്ട് 16 കഷ്ണങ്ങൾ ഉണ്ട്. അപ്പൊ 16 കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ശരിക്കും 17 ബാർ വേണം എല്ലാ വശം കൂടെ ടോട്ടലി വരാൻ വേണ്ടിയിട്ട് അല്ലെ? 16 കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ 17 ബാറുകളുമാണ്. അത് നമ്മൾ റാഫ്റ്ററുകളെ കണ്ട സമയത്ത് +1 എന്ന് ചെയ്തിരുന്നത് അതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഈ കേസിൽ ഇവിടെ ആൾറെഡി ഈ ബാറുകൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളതിനാൽ, ഇവിടുത്തെ കണക്കിൽ എണ്ണിയിട്ടുള്ളതിനാൽ അതിനെ എണ്ണാൻ പറ്റൂല. 17 എന്നുള്ളത് 2 വശത്തെ ബാറുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്പർ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 15 നമ്പേഴ്സ് ഓഫ് സ്റ്റിറപ്പ്. അപ്പൊ ഇനി നമുക്ക് അതിന്റെ നമ്പറും കിട്ടി. ലെങ്ത് നമ്മൾ നേരത്തെ കണ്ടെത്തിയ അതേ ലെങ്ത് തന്നെയാണ്. എത്ര? 2.42 മീറ്റർ. അപ്പൊ ലെങ്ത് അറിയാം, നമ്പേഴ്സ് അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ ടേബിൾ എഴുതാം. അപ്പോൾ നമ്പർ എങ്ങനെയാണ് കാണുക എന്ന് നമ്മൾ കണ്ടില്ല. അപ്പോൾ കൃത്യമായി സെൻട്രലിലെ ഡിസ്റ്റൻസ് കണ്ടെത്തി അവയുടെ സ്പേസിംഗ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ നമ്പേഴ്സ് കിട്ടി. അപ്പോൾ നമ്പർ എങ്ങനെയാണ് കണ്ടത് എന്ന് റിമാർക്സിൽ നിങ്ങൾ കാണിക്കണം. നമുക്ക് ലെങ്ത് എത്രയായിരുന്നു? 5.56 ഡിവൈഡഡ് ബൈ സ്പേസിംഗ് 0.35 മൈനസ് 1 ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ 15 എന്നുള്ള നമ്പർ കിട്ടിയത്. ആ 15 ഞാനിതാ ഇവിടെ എഴുതി. ഇനി 2.42 ആണ് ലെങ്ത് എന്ന് നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ d²/162 എന്നുള്ള ടേം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത്, 1 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ എത്ര വെയിറ്റ് ഉണ്ടാവുമെന്ന് കണ്ടെത്തി. അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വി ഹാവ് ഗോട്ട് ഇറ്റ് ആസ് 7.99 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ഇത്രയും വെയിറ്റിലുള്ള സ്റ്റീൽ നമുക്ക് എന്തിനാവശ്യമുണ്ട്? ഈ 6 mm കമ്പി സ്റ്റിറപ്പ് പണിയാൻ വേണ്ടി മാത്രം ആവശ്യമുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we have to sum up the total quantity. ഈ ടോട്ടൽ വെയിറ്റിനെ ഒന്ന് സം അപ്പ് ചെയ്യണം. ടോട്ടൽ അപ്രോക്സിമേറ്റ്ലി 251 kg വരും. എത്രയാണെന്ന് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇത്രയും വെയിറ്റ് ഓഫ് സ്റ്റീൽ ഈസ് റിക്വയർഡ് ഫോർ ദ RCC വർക്ക്. അപ്പോൾ അതിനെ നമുക്ക് ക്വിൻ്റലിലോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ 2.51 ക്വിൻ്റൽ എന്നും കൂടെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകൾ ഉള്ളവർ നേരിട്ട് ചോദിക്കണം. സ്ട്രെയിറ്റ് ബാർ കണ്ടു, ബെൻഡ് ബാർ കണ്ടു, ടോപ്പ് ബാർ കണ്ടു, പിന്നെ എൻഡിലുള്ള സ്റ്റിറപ്പ് കണ്ടു. എൻഡിലുള്ള സ്റ്റിറപ്പുകളുടെ പ്രത്യേകത എന്തായിരുന്നു? അവയുടെ സ്പേസിങ് വ്യത്യാസം ഉണ്ടായിരുന്നു. അവയ്ക്ക് യൂസ് ചെയ്യുന്നത് 10 mm സ്റ്റീൽ ബാർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത 4 20 സ്പേസിങ്ങിലായിരുന്നു. അവക്ക് യൂസ് ചെയ്യുന്നതും 10 mm സ്റ്റീൽ ബാർ തന്നെയാണ്. പക്ഷെ അടുത്തത് അതിന് ശേഷം വരുന്നതോ 35 സെന്റിമീറ്റർ സ്പേസിങ്ങിലാണ്. അതായത് വളരെ ഗ്യാപ്പ് ഇട്ടിട്ടാണ്, ഒരടിയോളം ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെയുള്ള സ്റ്റിറപ്പുകൾ വരുന്നത്. ആൻഡ് അവയുടെ കമ്പി യൂസ് ചെയ്യുന്നത് 6 mm ആണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളിലെ ഈ ബീം വരുമ്പം ആ ബീമിന് ഷിയർ ഫെയിലിയർ വരാനുള്ള സാധ്യത സപ്പോർട്ടിൻ്റെ അടുത്ത് കൂടുതലാണ്.
അപ്പോൾ ഈ ഷിയർ ഫെയിലിയർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അടുപ്പിച്ച് നല്ല സ്റ്റീൽ ഇത് കൊടുക്കുന്നത്, സ്റ്റിറപ്പ് കൊടുക്കുന്നത്. ആൻഡ് നടുവിൽ ഷിയർ ഫോഴ്സ് കുറവാണ്, അതുകൊണ്ടാണ് അവിടെ ഗ്യാപ്പ് കൂടുതലാക്കിയിട്ട് നമ്മൾ ഈ സ്റ്റിറപ്പുകൾ കൂടുതൽ സ്പേസിങ്ങിൽ വെക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് സ്പേസിങ്ങും ഇവിടെ കൂടുതൽ സെൻറ്ററിൽ സ്പേസിങ് കൂട്ടിയിട്ടുമാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ബാർ ബെൻഡിങ് ഷെഡ്യൂളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഫസ്റ്റ് സ്ട്രെയിറ്റ് ബാർ ആണ്, മെയിൻ സ്ട്രെയിറ്റ് ബാറിന്റെ ഈ നീളം എത്രയാണെന്ന് കാണണം. അതായത് 8.6ൽ നിന്നും ഇരുവശത്തെ കവർ കുറച്ച് കഴിഞ്ഞാൽ 8.52 കിട്ടും. അതിന്റെ ഷേപ്പ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അതിന്റെ ലെങ്ത് നമ്മൾ കണ്ടു, നമ്പർ കണ്ടു, ടോട്ടൽ വെയിറ്റ് ആൻഡ് അതിന്റെ വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റിൽ കിട്ടും. മെയിൻ ബെൻഡപ്പ് ബാർ 2 സെറ്റ് ഉണ്ട്, ഒന്ന് ഇതാ. അപ്പോൾ ഈ 2 സെറ്റിലെ വ്യത്യാസം എന്താണ്? ആദ്യത്തത് ഈ 96 സെന്റിമീറ്റർ കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ബെൻഡപ്പ് വരുന്നത്. ഇത് 186 സെന്റിമീറ്റർ കഴിഞ്ഞിട്ടാണ് ബെൻഡപ്പ് വരുന്നത്. അതെങ്ങനെയാണ് കിട്ടുക എന്ന് നമ്മൾ അവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു 26 + 70, ഒരു 26 + 70 + 90, ഈ രണ്ടും കൂടെ ചെയ്യുമ്പോഴാണ് 96ഉം 186ഉം കിട്ടുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇവിടുത്തെ ബെൻഡപ്പ് കാണിച്ചു, ആ ലെങ്ത്തുകൾ കാണിച്ചു. ഈ 186 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയുള്ളത് അതിനിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് 480 എന്നും കാണിച്ചു. ആൻഡ് അതിന്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ കണ്ടതാണ്, അതിന്റെ നമ്പേഴ്സ് നമ്മൾ കണ്ടതാണ്, അതിന്റെ വെയിറ്റ് ടോട്ടൽ ലെങ്ത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ആൻഡ് അതിനെ d²/162 എന്ന ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we will get it into the weight അല്ലേ? അതിന്റെ വെയിറ്റിലോട്ടുള്ള വാല്യൂ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആൻഡ് ടോപ്പ് സ്ട്രെയിറ്റ് ബാർ എന്ന് പറയുമ്പോൾ നേരത്തെ ബോട്ടം സ്ട്രെയിറ്റ് ബാർ പോലെ തന്നെ മെയിൻ സ്ട്രെയിറ്റ് ബാർ പോലെ തന്നെ അറ്റത്ത് നിന്നും 2 കവറുകൾ ഉറച്ചാൽ കിട്ടുന്ന സാധനമാണ്. അതിന്റെ ലെങ്ത് ആയിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ ലെങ്ത് കാണുമ്പോൾ വ്യത്യാസമുണ്ട്, കാരണം രണ്ടും 2 ടൈപ്പ് ബാറുകളാണ്. മെയിൻ സ്ട്രെയിറ്റ് ബാറിനും ടോപ്പ് സ്ട്രെയിറ്റ് ബാറിനും കൊടുക്കുന്നതിന്റെ കമ്പികളുടെ ഡയമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പോൾ ലെങ്ത് ടോട്ടൽ കിട്ടി 8.74, ഹുക്ക് ലെങ്ത് കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടി, നമ്പർ കിട്ടി, ടോട്ടൽ ലെങ്ത് അതിനെ വെയിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. സ്റ്റിറപ്പ് കാണുന്ന സമയത്ത് 10 mm ബാർ കൊണ്ടുണ്ടാക്കുന്ന സ്റ്റിറപ്പ് ഒരു വശത്ത് 5 എണ്ണം പിന്നെ ഒരു 4 എണ്ണം, ചെറിയ ഗ്യാപ്പ് വ്യത്യാസം, മൊത്തം 9 എണ്ണം, ഇപ്പുറത്തും 5 എണ്ണം 4 എണ്ണം, ടോട്ടൽ 2 വശത്തും കൂടെ 18 എണ്ണം വരുന്നുണ്ട് അല്ലേ? അതായത് ആദ്യത്തെ 5 എണ്ണം 12 സ്പേസിങ്ങിലും പിന്നത്തെ 4 എണ്ണം 20 സ്പേസിങ്ങിലും, അങ്ങനെ 2 വശത്തും കൂടെ ആയിട്ട് 18 എണ്ണം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത്തതോ? ഇതിൽ ഈ 14 റോങ് ആണ്, 15 ആണ് വേണ്ടത്. ഇവിടുത്തെ ടോട്ടൽ കാൽക്കുലേഷനിൽ തെറ്റുണ്ട്. 6 mm സിറപ്പ്, അപ്പോൾ 10 mm സിറപ്പിന്റെ ലെങ്ത്തും 2.24 ആണ് നമുക്കറിയാം. അവിടുത്തെ അതിന്റെ എണ്ണം എത്ര ആണ്? 18 ആണെന്ന് നമുക്ക് കിട്ടി. 9ഉം 9ഉം ഇരുവശങ്ങളിൽ 9ഉം 9ഉം ചേർന്ന 18 ആയി. അങ്ങനെ ടോട്ടൽ ലെങ്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടും, ടോട്ടൽ വെയിറ്റ് അതിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ സ്റ്റിറപ്പ് 6 mm അപ്പോൾ അതിന്റെ ലെങ്ത്തും അതിന്റെ ലെങ്ത്തും അപ്രോക്സിമേറ്റ്ലി 2.24 ആണ്. അത് ബാറിന്റെ ഡയമീറ്റർ മാറുന്നതിനനുസരിച്ചിട്ട് 2.42 ആണ്. ഇത് 2.24 അല്ല, 2.42 ആണ്. അത് അതിലെ ചെറിയ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. 2.42 ആണ് അപ്രോക്സിമേറ്റ്ലി. നിങ്ങൾ അതിന്റെ ശരിക്കും അതിന്റെ ഡയമീറ്റർ വെച്ചിട്ട് കാണേണ്ടതാണ് അതിന്റെ ടോട്ടൽ ലെങ്ത്. ആൻഡ് നമ്പേഴ്സ് പറയുന്ന സമയത്ത് 15 നമ്പേഴ്സ് നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ ലെങ്ത് കിട്ടും. ആൻഡ് അതിന്റെ d²/162 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റും കിട്ടും. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബീമിൽ ഇത് എല്ലാം കൃത്യമായിട്ട് എല്ലാ പ്രാവശ്യവും ഒരു ബീമോ ലിൻഡലോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇത്രയും ലാഗായി ക്ലാസ് വരാൻ കാരണം എല്ലാവർക്കും മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലോട്ട് ഇത് പറഞ്ഞു തരാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഇത്രയും ലാഗ് വരുന്നത്. സോ ഇത് വളരെ സ്പീഡായിട്ട് നമുക്കിത് തീർക്കാൻ സാധിക്കും. ഫസ്റ്റ് ടൈം കേൾക്കുന്ന ഒരാൾക്കുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലാഗി ആയിട്ട് പോയത്. അപ്പോൾ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ഈ ബീമിന്റെ കംപ്ലീറ്റ് ചെയ്യാണ്. എനിവേ, താങ്ക് യു. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ നേരിട്ട് ചോദിക്കണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു വേറൊരു ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ക്ലാസ് തൊട്ട് കേൾക്കാത്തവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ they must go to the previous classes. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തെടുക്കുന്ന മുൻ ക്ലാസ്സുകളും കൂടെ കണ്ട് കൃത്യമായി ബോധ്യം വരുത്തിയതിനു ശേഷം മുന്നോട്ട് പോകേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങളുടെ കരിയറിലും കൂടെ ഇത് ആവശ്യം വരുന്ന ഒരു ടോപ്പിക്കും കൂടെയാണ്. എനിവേ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.